വെൽക്കം ടു അല്ലൂസ് കിച്ചൺ. നമ്മളിന്ന് ഒരു ചിക്കൻ ചിന്താമണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ അളവിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ഡിഷാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1.5 കിലോ ചിക്കൻ, കുറച്ച് ചെറിയ ഉള്ളി, ഉണക്കമുളക്, കുരുകളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുളകാണിത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അടുപ്പത്ത് പാൻ വെച്ചു, ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, എന്നാലും നമുക്കിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോയമ്പത്തൂർ ഡിഷാണ്. തമിഴ്നാട് കോയമ്പത്തൂർ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണിത്, ചിക്കൻ ചിന്താമണി. ചൂടാവട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അതിനേക്കാളൊരു ടേസ്റ്റ് നമ്മളതില്ലാതെ വെറും ചെറിയ ഉള്ളിയിൽ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടി രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്. എണ്ണ ചൂടായി. 200 ഗ്രാം ചെറിയുള്ളിയാണ് ഇതിലുള്ളത്. പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ ആവണം. അതിൻ്റെ ഉള്ളിയുടെ ഒരു പച്ചമണക്കം മാറിയിട്ട് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് ഉള്ളി നന്നായിട്ട് സോട്ടായിട്ട്. വലിയ ഉള്ളിയാണെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്തിട്ടൊക്കെ ഇടണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഉള്ളി അങ്ങനെ മുഴുവനായിട്ട് കിടക്കും, അതിൻ്റെ അതൊന്നും ഇറങ്ങില്ല. ചെറുതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 മുളകാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകായത് കാരണമാണ് 15 എടുത്തത്. നിങ്ങൾക്ക് എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 20 വരെയൊക്കെ എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം.
നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്. നോക്കിയിട്ട് വേണം ഇനി ഉപ്പിട്ട് കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ ആയി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ മസാലയുടെയൊക്കെ ഒരു പച്ച മണം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി തീ അല്പം കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി വീണ്ടും വെള്ളം ഒഴിക്കരുത്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ചിക്കൻ വേവണം. ഇടയ്ക്കൊന്ന് തുറക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം വറ്റി വരുമ്പോഴേക്കും ചിക്കനും വെന്തിട്ടുണ്ടാവും. ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഏകദേശമൊക്കെ സെറ്റായി. ഇനി കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക. വേണമെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സെറ്റായി വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പാകമായി ഡ്രൈ ആയി കറക്റ്റ് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചിന്താമണി റെഡിയായി. കോമ്പിനേഷനായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്.